ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ തന്നെ ഇഡി ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. ആ കേസെടുത്തതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. പത്മകുമാർ കേസിലെ പ്രതിയായ പത്മകുമാർ, എൻ വാസു, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ വീടുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് വീട്ടുകാർക്ക് നൽകുകയും അതിനുശേഷം ഇപ്പോൾ റെയ്ഡ് അടക്കമുള്ള നടപടികൾക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ, എൻ വാസു, അതോടൊപ്പം തന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ വീടുകളിലേക്കാണ് റെയ്ഡ് ഇപ്പോൾ നടക്കുന്നത്. കേസിൽ ECI രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കം ഇഡിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. എന്തായാലും തുടർ നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇഡി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ഈ കേസിന്റെ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇതിൽ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയതാണ്. അതിനുശേഷം പിന്നീട് കേസെടുത്ത് അടുത്ത നടപടിയിലേക്ക് പോയിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ വിജിലൻസ് ഒരു ഘട്ടത്തിൽ ഇഡിയുടെ അന്വേഷണത്തിന് തടയിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കോടതി ഇടപെട്ടാണ് ഇതിൽ ഇഡിയുടെ ഒരു ഇടപെടൽ വേണം എന്നൊരു നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ഇഡി ഇതിൽ ശക്തമായ നിലവിൽ തന്നെ ഒരു കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാടുകളാണ്, സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാട് ഏത് നിലയിൽ മുന്നോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി ഈ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും അതിന്റെ ഒരു നടപടി എന്ന നിലയിൽ, തുടർ നടപടി എന്ന നിലയിൽ ഇപ്പോൾ വീടുകളിലേക്ക് റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ കടന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കാര്യത്തിലെ വീട്ടിൽ ഇഡി പരിശോധന നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലെ വീട്ടിലാണ് ഇഡി ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ പത്തനംതിട്ട വീട്ടിലും സമാനമായ നിലയിൽ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം സംസ്ഥാനത്തിന് പുറത്തും ഈ കേസിലെ പ്രതികളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ്. ഇന്ന് രാവിലെയാണ് ഇഡിയുടെ ഭാഗത്തും ഇത്തരമൊരു നീക്കം ഉണ്ടായത്.